എല്ലാവർക്കും നമസ്കാരം. ഞാൻ സക്കീർ ഹുസൈനാണ്. ഇന്ന് സെപ്റ്റംബർ 4 വ്യാഴാഴ്ച. അതായത് മന്ത്ലി കോൺട്രാക്റ്റിന് ശേഷം വീക്കിലി കോൺട്രാക്റ്റുകളുള്ള നിഫ്റ്റിയും സെൻസെക്സും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയതിൻ്റെ ആ ഒരു ഫസ്റ്റ് തേഴ്സ്ഡേ ആണ് സെൻസെക്സ് എക്സ്പയർ ചെയ്യുന്നത്. ഓക്കെ, അത്യാവശ്യം തെറ്റില്ലാത്ത മാർക്കറ്റായിരുന്നു, എന്നാൽ ഒരു വാളറ്റൈലിറ്റി ഉണ്ടായിരുന്നു താനും. അതുകൊണ്ട് തന്നെ ശ്രദ്ധാപൂർവം ട്രേഡ് എടുത്തിട്ടില്ലാത്തവർക്ക് ഇന്ന് നഷ്ടത്തിൽ ആയിരിക്കാം എന്ന് വിചാരിക്കുന്നു. അതായത് GSTയിലെ വൻ പരിഷ്കാരങ്ങളുടെ സപ്പോർട്ടോടുകൂടിയാണ് ഇന്ന് മാർക്കറ്റ് ഈ ഒരു വാളറ്റൈലിറ്റിക്ക് സാക്ഷ്യം വഹിച്ചത്. സ്ട്രക്ചറൽ ടാക്സ് ഓവർഹോൾ സൂചിപ്പിക്കുന്ന വ്യാപകമായ GST പരിഷ്കാരങ്ങളുടെ സപ്പോർട്ടോടുകൂടി തന്നെയാണ് ഇന്നൊരു സ്ലൈറ്റ്ലി കൂടുതലായിട്ട് പറയാൻ പറ്റില്ല, ഒരു 19 പോയിന്റ് പോസിറ്റീവിൽ ഗ്രീനിൽ ക്ലോസ് ചെയ്തു എന്ന് പറയാം എന്ന് മാത്രം. ഓട്ടോ, കൺസ്യൂമർ സ്റ്റേപ്പിൾസ് എന്നിവയിൽ പെട്ടെന്നുള്ള ഒരു നേട്ടങ്ങൾ ഉണ്ടായതിനാൽ നിഫ്റ്റി ഒരു സ്ട്രോങ് ഗ്യാപ്പ് അപ്പിലാണ് ഓപ്പൺ ചെയ്തെങ്കിലും പ്രോഫിറ്റ് ബുക്കിംഗ് അതുപോലെ സെലക്റ്റഡ് ഹെവി വെയ്റ്റുകളിലെ ഒരു വീക്കും ഇന്നത്തെ ദിവസം നിഫ്റ്റിയെ വളരെ താഴത്തേക്ക് കൊണ്ടുപോയി. ഒടുവിൽ 24,734 ക്ലോസ് ചെയ്തിരിക്കുന്നത്. GST 2.0 പരിഷ്കാരങ്ങളുടെ ഉപഭോഗം മൂലമുള്ള ഒരു റിക്കവറി സാധ്യത ശക്തിപ്പെടുത്തുന്നുണ്ട്. നേരത്തെ പറഞ്ഞ രൂപത്തിൽ ഓട്ടോ, കൺസ്യൂമർ സ്റ്റേപ്പിൾസ് ഏറ്റവും കൂടുതൽ പ്രയോജനം നേടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഗ്രാമീണ ഉത്തേജനവുമായി ബന്ധപ്പെട്ട സെലക്റ്റഡ് മെറ്റലുകളും അടിസ്ഥാന സൗകര്യങ്ങളും ഇപ്പോഴും ശ്രദ്ധാകേന്ദ്രത്തിലാണ്. എന്നിരുന്നാലും വേൾഡ് മാക്രോ ക്യൂസ്, അതുപോലെ കണ്ടിന്യൂ FIRസിൻ്റെ സെല്ലിംഗ്, സ്ഥിരമായ US താരിഫ് പ്രതിസന്ധികൾ എന്നിവ കാരണം മാർക്കറ്റ് ഒരു വീക്കിൽ തന്നെയാണ്, അതായത് ഒരു സ്ട്രോങ്ങിലേക്ക് വന്നിട്ടില്ല. കുറച്ച് ദിവസത്തേക്ക് ഇത് ഒരു കൺസോൾട്ടേഷനിലേക്ക് കൊണ്ടുപോയാലും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. ഇപ്പോൾ GST 2.0യിൽ പരിഷ്കാരങ്ങൾ വരുന്നു എന്നുള്ള ഒരു ന്യൂസ് വന്നതിന് ശേഷം അതിലുണ്ടായ ശുഭാപ്തി വിശ്വാസം മൂലം ഉണ്ടായ ഒരു കയറ്റം, അത് ഇന്ന് അതിൻ്റെ ഭൂരിഭാഗവും ഇന്നൊരു പ്രോഫിറ്റ് ബുക്കിങ്ങുകളിലൂടെ കുറച്ചു. ഇൻട്രാഡേ ക്ലോസ് 21 EMAക്ക് തൊട്ട് താഴെയായിരുന്നു. ഇത് കണ്ടിന്യൂ ഒരു വീക്കിനെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. എന്നിരുന്നാലും നിഫ്റ്റി ഒരു ട്രെൻഡ് റിവേഴ്സലിലേക്ക് അടുക്കുന്നതായിട്ടുള്ള സൂചനയുണ്ട്. 24,750 എന്നുള്ള ഈ ഒരു റേഞ്ചിന് മുകളിലുള്ള ഒരു ഡിസിസീവ് മൂവ്മെൻറ്റ് നിഫ്റ്റിക്ക് 25,000 നീങ്ങാൻ ആവശ്യമായ ശക്തി കൊടുക്കും. 25,000 മുകളിലുള്ള ഒരു കണ്ടിന്യൂ മൂവിങ് കൂടുതൽ റാലിക്ക് കാരണമാകും. എന്നാൽ ഓപ്പോസിറ്റ് നോക്കുകയാണെങ്കിൽ അടുത്ത 2-3 ദിവസത്തിനുള്ളിൽ 24,700 ഈ ഒരു റേഞ്ചിലാണ്. 24,750 ഇതിനു മുകളിൽ ക്ലോസ് ചെയ്യുന്നതിൽ പരാജയപ്പെട്ടാൽ നിഫ്റ്റി ഇനിയൊരു പുതിയ സെല്ലിങ്ങിലേക്ക് പോകാനുള്ള സാധ്യതയുമുണ്ട്. അതായത് ടാക്സ് സ്ട്രക്ചർ 2 സ്ലാബുകളായി, അതായത് 5%, 18% എന്ന രൂപത്തിൽ ഏകീകരിക്കാനുള്ള GST കൗൺസിലിൻ്റെ ആ ഒരു തീരുമാനം ആവശ്യ വസ്തുക്കളുടെ നിരക്കുകൾ കുറയ്ക്കും. അതായത് നമുക്ക് അത്യാവശ്യം വേണ്ട മരുന്നുകൾ, അതുപോലെയുള്ള ഒഴിച്ചുകൂടാനാകാത്ത വസ്തുക്കളുടെ വില കുറയും. എന്നാൽ ആഡംബര വസ്തുക്കളുടെ ലക്ഷറി മോഡൽ എല്ലാം തന്നെ ഉയർന്ന ലെവികൾ നിലനിർത്തും ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സെൻസെക്സ് ഇന്ന് 888 പോയിന്റ്, അഥവാ 1.03% ഉയർന്ന് 81,456 എന്ന ഇൻട്രാഡേയിലെ ഹൈ ക്രിയേറ്റ് ചെയ്തു. തുടർന്ന് 150 പോയിന്റ്, അഥവാ 0.19% ഉയർന്ന് 80,718 ലെവലിലാണ് ഇപ്പോൾ ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ നിഫ്റ്റിയുടെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിലും 1.07%, അഥവാ 265 പോയിന്റ് ഉയർന്ന് 24,980 എന്നുള്ള ഇൻട്രാഡേ ഹൈ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം 19 പോയിന്റ്, അഥവാ 0.08% ഉയർന്ന് 24,734 എന്നുള്ള ലെവലിലും ക്ലോസ് ചെയ്തിരിക്കുകയാണ്. ഇതിനു പുറമെ BSEയിൽ M&M, ബജാജ് ഫിനാൻസ്, ബജാജ് ഫിൻസർ എന്നിവയായിരുന്നു ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കിയത്. എന്നാൽ മാരുതി സുസുക്കി, BEL, HCL ടെക്നോളജീസ് എന്നിവ
ഇന്ന് നഷ്ടത്തിൽ കലാശിക്കുകയും ചെയ്തു. മറ്റൊന്ന്, ഇന്നത്തെ സെൻറ്റിമെൻറ്റ്സിനെ മറികടന്ന് ബ്രോഡർ മാർക്കറ്റ് ഇൻഡെക്സുകൾ ഇടിയുകയാണ് ചെയ്തത്. നിഫ്റ്റി മിഡ് ക്യാപ്പും നിഫ്റ്റി സ്മോൾ ക്യാപ്പും ഇന്ന് റെഡിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. സെക്ടർ ബേസിൽ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഓട്ടോയാണ് ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കിയത്, 0.85%. തൊട്ട് പിന്നാലെ FMCG 0.24%. നഷ്ടം നേരിട്ടവരിൽ നിഫ്റ്റി PSU ബാങ്കാണ് മുന്നിലുള്ളത്, 1.11%. തുടർന്ന് IT 0.94%, മീഡിയ 0.78% കുറവാണ് ഇന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ മാർക്കറ്റ് റിപ്പോർട്ടുകൾ. ഇന്നലെ വീഡിയോ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. നമുക്ക് നാളെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകൾ നോക്കാം. മിനിഞ്ഞാന്ന് നമ്മൾ പറഞ്ഞ ലെവലുകൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇന്നലെ എൻട്രി ലഭിച്ചിട്ടില്ല. ഓക്കെ, നമുക്ക് നാളെ റെസിസ്റ്റൻസ് ആയിട്ട് 81,440 സെൻസെക്സിൽ നിങ്ങൾ വാച്ച് ചെയ്യേണ്ടത്. അതേപോലെ സപ്പോർട്ടായിട്ട് 80,600 ഈ ഒരു ലെവലിൽ നാളെ നമുക്ക് സെൻസെക്സ് വാച്ച് ചെയ്യാവുന്നതാണ്. അടുത്തത് ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരുമ്പോൾ റെസിസ്റ്റൻസ് ആയിട്ട് ഇന്നത്തെ ഹൈ 54,455 എന്നുള്ള റെസിസ്റ്റൻസ് ലെവലുകൾ വാച്ച് ചെയ്യുക. അതേപോലെ സപ്പോർട്ടായിട്ട് നമുക്ക് ഈ ഒരു സോണിൽ വയ്ക്കാം 53,960. ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് നാളെ ഇങ്ങനെ വാച്ച് ചെയ്യാം. നാളെ ഫ്രൈഡേ ആണ്, പ്രത്യേകം ശ്രദ്ധിച്ച് ട്രേഡ് എടുക്കേണ്ട ദിവസമാണ്. ഫ്രൈഡേ എന്ന് പറഞ്ഞാൽ തന്നെ ക്യാപിറ്റൽ ഫ്രൈ എന്നാണ് ഞങ്ങൾ കൊടുത്തിരിക്കുന്ന സൂത്രവാക്യം. അപ്പോൾ അടുത്തത് നിഫ്റ്റിയാണ്. സപ്പോർട്ടായിട്ട് നിഫ്റ്റിയിൽ നമുക്ക് റെസിസ്റ്റൻസ് ആയിട്ട് ഈ ഒരു സോണ് വാച്ച് ചെയ്യാം 24,850. ഓക്കെ, ഇതൊരു സ്ട്രോങ് റെസിസ്റ്റൻസ് തന്നെയാണ്. നമുക്ക് ഇത് നിഫ്റ്റിയിൽ നാളെ ഇങ്ങനെ വാച്ച് ചെയ്യാവുന്നതാണ്. ഈ 3 ഇൻഡെക്സുകളും നിങ്ങളുടെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ ആഡ് ചെയ്ത് നാളെ ഈ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകൾ ബ്രേക്ക് ചെയ്തത് എന്ന് നോക്കുക. ഞങ്ങളുടെ വീഡിയോ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ്. നാളെ നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിച്ച് നിർത്തുന്നു. ബൈ.